കഴിഞ്ഞ ദിവസം ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ ലോകത്തിലെ മറ്റൊരു വമ്പൻ പ്രതിരോധ ശക്തിയായിട്ടുള്ള രാജ്യം ഇറാന് അനുകൂലമായിട്ടുള്ളൊരു അപകടകരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. ഇന്ന് അതിൻ്റെ അലയൊലികൾ ലോകരാജ്യങ്ങളെല്ലാം അലയടിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഈ രാജ്യം നടത്തിയ ഈ ഒരു പ്രസ്താവനയിലേക്ക് ചർച്ച കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറൊരു രാജ്യമല്ല, റഷ്യയാണ് ആ രാജ്യം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നിങ്ങൾ തകർത്താൽ ഇറാൻ ആണവ ആയുധങ്ങൾ കൊടുക്കാൻ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം റഷ്യ പറയുന്നത് ഇറാൻ ആണവ ആയുധങ്ങൾ കൊടുക്കുമെന്നാണ്. ചിലപ്പോൾ റഷ്യ തന്നെ അത് കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് അമേരിക്ക പ്രധാനമായും ചോദിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയും എടുത്തു ചാടിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് റഷ്യയും ഈ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തെ റഷ്യയും ചൈനയും ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇറാനും ഇസ്രായേലും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റും സുരക്ഷാ കൗൺസിൽ വൈസ് ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ് അവകാശപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളും ഇറാന് അവരുടെ ആണവായുധങ്ങൾ നൽകാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് ശേഷം ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ആണവ ബോംബ് നിർമ്മിക്കുന്നത് തടയാൻ അമേരിക്ക ആണ് ആക്രമണം നടത്തിയത്. എന്നിരുന്നാലും യുഎസിന്റെ ഈ നീക്കത്തെ ലോകമെമ്പാടും ശക്തമായി വിമർശിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമായിട്ടുള്ള അമേരിക്ക ഇറാന്റെ സമാധാനപരമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ, അന്താരാഷ്ട്ര നിയമം, NPT എന്നിവ ലംഘിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരദാച്ചി പറഞ്ഞു. ഇറാനെ ആക്രമിച്ചുകൊണ്ട് ആദ്യം ഇസ്രായേലിലും ഇപ്പോൾ യുഎസും നയതന്ത്രത്തിൻ്റെയും ചർച്ചയുടെയും എല്ലാ വഴികളും അടച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമായും ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാന നിർമ്മാതാവെന്നും യുദ്ധത്തിന് തുടക്കമിടുന്നയാളെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി തടയുന്നതിൽ US ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്നും മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിൽ അത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തുടരും. പരസ്യമായി മാത്രമല്ല, പല രാജ്യങ്ങളും ഇറാന് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.